വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ പോകുന്നത് മലയും ആറും ഊരുകളുമുള്ള മലയാറ്റൂരിലേക്കാണ്. പെരിയാറ് തലോടുന്ന മലയാറ്റൂരിലേക്ക്. അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ. മലയാറ്റൂർ മലയും കേറി ജനകോടികളെത്തുന്നു, അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശു മുത്തപ്പോ, പൊന്നിൻ കുരിശു മുത്തപ്പോ, പൊന്മലകേറ്റം, പൊന്നിൻ കുരിശു മുത്തപ്പോ, പൊന്മലകേറ്റം. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ മലയാറ്റൂരിൻ്റെ മല കയറാൻ പോവുകയാണ്. കുരിശുമല കയറാൻ. നമ്മുടെ ഡെസ്റ്റിനേഷൻ പൊന്നും കുരിശ് കാണുക, മുത്തപ്പനെ കാണുക. അപ്പോൾ പോയാലോ? കം. നമ്മളിപ്പം കണ്ടില്ലേ ഓരോ പാറക്കെട്ടുകളൊക്കെ. അപ്പോൾ ഈ പാറക്കെട്ടുകളൊക്കെ താണ്ടി വേണം നമ്മൾ ഈ മല കയറാൻ. ഇപ്പം നമ്മളിപ്പോൾ കയറി പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് കുരിശിൻ്റെ വഴിയുടെ പ്രാരംഭ പ്രാർത്ഥന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഇച്ചിരി അങ്ങോട്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഇപ്പം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ പെങ്ങളാണെങ്കിൽ എനിക്ക് ഒരു കൂട്ടം മെഴുകുതിരി തന്നിട്ടുണ്ട്. മലയുടെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ തോമാസ്ലിയുടെ മാർത്തോമ മണ്ഡപത്തിൽ കത്തിക്കാൻ വേണ്ടിയായിട്ടാണ് ഈ തിരി എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തിരിയും പിടിച്ച് നമ്മുടെ നിയോഗങ്ങളായിട്ട് മല കയറുകയാണ്. നമ്മൾ ഈ മല നോക്കുമ്പോൾ തന്നെ കാണാം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് സമയം 8 മണിയാവാറായി. അപ്പോൾ ആ ഒരു നല്ലൊരു ഹ്യൂമിഡി ക്ലൈമറ്റാണ്. നല്ലൊരു ചെറിയ മഞ്ഞും നല്ല കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റാണ്. ഇപ്പം കാണുമ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് ട്രിപ്പ് പോലെയാണെങ്കിലും നമ്മളിപ്പം ഒന്നാം സ്ഥലം, അതായത് പ്രാരംഭ പ്രാർത്ഥനയുടെ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു മല നമ്മൾ കയറി കഴിയുമ്പോൾ ഏതൊരു ആശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ ഒന്നാം സ്ഥലത്തിലോട്ട് കയറുന്നതിന് മുമ്പ്, അതായത് ഈ സ്ഥലത്ത് കയറുന്ന മുമ്പ് ഇവിടെ ഒരു റെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് പിടിച്ച് കയറാൻ വേണ്ടി. ഇത്രയും കയറി കുഴഞ്ഞു വരുന്നവർക്ക് ഈ റെയിൽസ് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ്. കുരിശിൻ്റെ വഴി പഠിച്ചു പോകുമ്പോഴാണ് നമുക്ക് ഈ മല കയറുന്നതിൻ്റെ യഥാർത്ഥ ഒരു ഭക്തി നമുക്ക് കിട്ടുന്നത്, സത്യം പറഞ്ഞാൽ. അല്ലാതെ കയറുവാണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു മലയാറ്റൂർ കുരിശുമലയുടെ ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ വരത്തില്ല. അപ്പോൾ നമുക്ക് കുരിശിൻ്റെ വഴി പഠിച്ചുകൊണ്ട് പോകാം. ഓക്കെ. ആദ്യത്തെ ഒരു ഭീമൻ മല നമ്മൾ ചവിട്ടി കയറി ഇപ്പോൾ ഇവിടെ വന്നു. ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ യാത്രയിലുണ്ട് ഈ മലയാറ്റൂർ തീർത്ഥാടനം. ഇതെൻ്റെ കന്നി ചവിട്ടലാണ്. അതായത് ആദ്യമായിട്ടാണ് ഞാൻ മലയാറ്റൂർ മല കയറാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് എനിക്കൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കയറാം. എൻ്റെ എല്ലാവരും എണീറ്റ് തുടങ്ങി. അപ്പോൾ ഞാനും എണീറ്റ് തുടങ്ങാം. പോയാലോ? മല കയറി നമ്മൾ വിയർത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇത് കുടിവെള്ളവും മുഖം കഴുകാനുള്ളതാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഭയങ്കര ആശ്വാസം തന്നെ. ഇത്രയും മല കയറി ഇവിടെ വരുമ്പോൾ ഒരു തണുത്ത വെള്ളം നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ തളിക്കുമ്പോൾ തന്നെ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി മല കയറാൻ പോകാം. ഓക്കെ. അയ്യോ, അപ്പോൾ ഈ മല കയറി വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു സുഹൃത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ച്. ഇതൊരു പട്ടിക്കുട്ടിയാണ്. ഞങ്ങൾ മല കയറുന്ന സമയം തൊട്ടേ ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യുക. എത്ര ഓടിച്ചു വിട്ടിട്ടും പോകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മുത്തപ്പൻ നമ്മുടെ കൂടെ പറഞ്ഞു വിട്ട പട്ടിക്കുട്ടിയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട് സംഭവം. ഓക്കെ. അപ്പോൾ നമുക്ക് കയറാം പട്ടിയുടെ കൂടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കുരിശുമല ഇങ്ങനെ കയറി പോകുമ്പോൾ ആരാണ് ഈ കുരിശുമലയുടെ മുകളിലിരിക്കുന്ന മുത്തപ്പൻ, പൊന്നും കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന പൊന്നും കുരിശ് മുത്തപ്പൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഈ വ്ളോഗ് എടുക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത്? മലയാറ്റൂർ മുത്തപ്പൻ യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാർ ഒരുവനായി ദിദിമോസ് എന്ന വിളിപ്പേരുള്ള തോമസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷ വേലയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം പേർഷ്യ രാജ്യം വിട്ട് പൗരസ്ത്യ ദേശമായ കേരളത്തിലേക്ക് വരികയായിരുന്നു. കടലും താണ്ടി ഇവിടെ വന്ന് 20 വർഷത്തോളമായി, അതായത് AD 57 മുതൽ 72 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ വന്ന് സുവിശേഷം പ്രഘോഷിക്കുകയും
ധീരമായ രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. അത് മൈലാപ്പൂരിൽ വെച്ചായിട്ടാണ്. എനിക്ക് തോന്നുന്നു ജൂലൈ 3-ാം തീയതി, അന്നാണ് ദുക്രാന തിരുനാളായിട്ട്, അതായത് വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നത്. കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവനും തൊട്ടാൽ മാത്രം സമ്മതിക്കുന്നവനുമായ ശാഠ്യക്കാരനായിരുന്നു വിശുദ്ധ തോമാസ് ലീഹ. കേട്ടറിവിൽ അവൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഉദാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ആ ഒരു കേട്ടറിവിൽ അവൻ വിശ്വസിച്ചില്ല. എന്നാൽ തോമാസ് ലീഹായ്ക്ക് കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധൻ തൻ്റെ വിശ്വാസം കർത്താവിൻ്റെ മുൻപിൽ പ്രകടമാക്കുകയായിരുന്നു. നമ്മൾ മല ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വയസ്സായ അമ്മച്ചിമാർ വരെ ഇവിടെ കയറുന്നുണ്ട്. അത്രയും ഭക്തിയും തീഷ്ണതയും നിറഞ്ഞാണ് അവർ, ഭക്തിയിലാണ് ഇത് കയറുന്നത്. കാണുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. അവർ കയറുന്നെങ്കിൽ പിന്നെ നമുക്കും കയറിക്കൂടെയെന്ന്. അപ്പോൾ നമുക്ക് കയറിയാലോ? ചേട്ടാ ഒന്ന് കാണിച്ചേ ക്യാമറ. അയ്യോ, അപ്പോൾ കയറണം. അങ്ങനെ ഇപ്പം നമ്മൾ 10-ാം സ്ഥലം എത്തി. ഇപ്പം കുരിശിന് വഴി പഠിച്ചു വന്നപ്പോൾ ഏകദേശം എത്താറായെന്ന് തോന്നുന്നു മാർത്തോമ മണ്ഡപത്തിലേക്ക്. അത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പൊന്നും കുരിശ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് പോയാലോ? വിശ്വാസ കൊടുമുടിയേറി അങ്ങനെ നമ്മളിപ്പോൾ മല കയറി വന്നു. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പൊന്നും കുരിശ് കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഒരു കയറാൻ പോകുന്നത് മാർത്തോമാ സ്ലീഹായുടെ മണ്ഡപം. അതായത് മല കയറി വരുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് മാർത്തോമ മണ്ഡപത്തിലാണ്. അതെന്ന് പറയുമ്പോൾ ഇവിടെ ഈ മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് 20 പടികളുണ്ട്. അതായത് തോമാസ് ലീഹ കേരളത്തിൽ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് വന്നത് AD 52-ലാണ്. പിന്നെ ഇവിടം വിട്ട് മൈലാപ്പൂരിലേക്ക് പോയതും ഒക്കെ മറ്റും ചെയ്തത് AD 72-ലും. അപ്പോൾ ഈ ഒരു കാലയളവ് 20 വർഷമാണ് തോമാസ് ലീഹ കേരളത്തിൽ സുവിശേഷം പ്രഘോഷിച്ചത്. അപ്പോൾ ആ 20 വർഷത്തെ മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇവിടെ 20 പടികൾ കയറി മാർത്തോമ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കിനി മാർത്തോമ മണ്ഡപത്തിലേക്ക് പോകാം. ഇതാണ് മാർത്തോമ മണ്ഡപം. ഇവിടെ ഇത്തിരി എക്കോ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മണ്ഡപത്തിലാണ് തീർത്ഥാടകർ മലയാറ്റൂർ മല കയറി നേരെ വരുന്നത്. ഇവിടെയാണ് വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ തിരിയൊക്കെ പറ്റിച്ചുകൊണ്ട് വലം വെച്ച് അനേകം വിശ്വാസികളാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഇതാണ് മാർത്തോമ മണ്ഡപത്തിലെ പ്രധാനമായ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധൻ്റെ തിരുസ്വരൂപം. തൊട്ട് താഴെയായിട്ട് വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്നത്. മലയാറ്റൂർ മലയുടെ മുകളിലായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു പഴയ പ്രാചീന ദേവാലയമാണ് ആനകുത്തിയ പള്ളി. ഇവിടെ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്ന സമയത്ത് ആനകുത്തിയ പാടുകളൊക്കെ നമുക്ക് ഈ പള്ളിയുടെ ഈ പുറകിലായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ ഒരുപാട് ഊട്ടുകളൊക്കെ കാണാം. അപ്പോൾ അപ്പോഴും ഇവിടെ ഈ പള്ളിക്കൊന്നും പറ്റിയില്ല എന്നാണ് ഈ വിശ്വാസം പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുക. പഴയ പള്ളിയുടെ രൂപം അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ ഒരു മോഡിഫിക്കേഷൻ വരാതെ അതേപോലെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ. 1800-കളിലാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ദേവാലയം സ്ഥാപിച്ചത്. എന്നാൽ ആനകുത്തിയ ദേവാലയം സ്ഥാപിച്ചത് 1500 കാലഘട്ടത്തിലായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 1800 കാലഘട്ടം സ്ഥാപിച്ച ദേവാലയത്തിന് മുൻപിലാണ്. വളരെ പുരാതനമായ ശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ ഫീച്ചേഴ്സ് നമ്മൾ കാണണം. നടുക്ക് തന്നെ വിശുദ്ധ തോമാസ് ലീഹ കർത്താവിൻ്റെ പാർശ്വത്തിൽ തൊടുന്ന രീതിയിലുള്ളൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തൊട്ടരികിലായിട്ട് പരിശുദ്ധ ദൈവമാതാവിനെയും ഔസ്രപിതാവിനെയും കാണാം. അപ്പോൾ വളരെ പ്രാചീനമായ ശൈലിയിലാണ് ഈ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ദേവാലയത്തിൻ്റെ മദ്ബഹ നിർമ്മിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഈ ദേവാലയം നമ്മൾ കണ്ടു, ഇതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് വിശുദ്ധ തോമാസ് ലീഹയുടെ അത്ഭുത ഉറവ, അതായത് തോമാസ് ലീഹ ദാഹിച്ചിരുന്ന സമയത്ത് കല്ലിലടിച്ച് പുറപ്പെട്ട് വന്ന അത്ഭുത ഉറവ കാണാനാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പടികളുണ്ട്. ഈ പടികൾ ഇറങ്ങിയാണ് നമ്മൾ ഈ അത്ഭുത ഉറവയിലേക്ക് പോകുന്നത്.
നമ്മൾ നിൽക്കുന്നതാണ് അത്ഭുത കിണറിൻ്റെ അടുത്താണ്, മലയാറ്റൂരിലെ അത്ഭുത കിണർ. അതായത് വിശുദ്ധ തോമാസ് ലീഹ ധ്യാനിച്ചിരുന്ന സമയത്ത് തനിക്ക് ദാഹിച്ചപ്പോൾ തോമാസ് ലീഹ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു പാറമേലടിച്ചപ്പോൾ ഇവിടെ ഒരു അത്ഭുതമായൊരു വെള്ളം പുറപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഈ അത്ഭുത കിണർ എന്ന് പറഞ്ഞ സംഭവം രൂപപ്പെടുന്നത്. ഇവിടെ അനേകം വിശ്വാസികൾ വന്ന് ഈ കിണറ്റിൽ നിന്നും വെള്ളമെടുത്ത് ഇത് ചിലവർ രോഗസൗഖ്യത്തിനായി എടുക്കാറുണ്ട്, ചിലവർ വീടുകളിലേക്ക് രോഗികളായി കിടക്കുന്നവർക്ക് കൊടുക്കാനും മറ്റും എല്ലാത്തിനും എടുക്കുന്നുണ്ട്. അപ്പം അത്രയ്ക്കും ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ നല്ല രുചിയുള്ള ഒരു വെള്ളമാണ്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഇപ്പം ഒരുപാട് സീക്വൻസസ് ഉണ്ട് കാണാൻ. ഇപ്പോൾ ഇവൻതോ പൊന്നുംകുരിശാവട്ടെ, മാർത്തോമ മണ്ഡപമാവട്ടെ, ആനകുത്തിയ പള്ളിയാവട്ടെ, അങ്ങനെ എന്തും എല്ലാം ഇവിടുത്തെ മാർത്തോമാസ് ലീഹയുടെ കാൽപാദം അണിഞ്ഞ സ്ഥലം, അത്ഭുത കിണർ, അങ്ങനെ എല്ലാം ഇവിടെ വരുന്നവർക്ക് ഒരു കൗതുകരമായ കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ക്യാൻറ്റീൻസ്, പിന്നെ ഒരുപാട് ചർച്ച് റിലീജിയസ് ആർട്ടിക്കിൾസ് വാങ്ങാനുള്ള സ്ഥലവും മറ്റും ഇവിടെ ഉണ്ട്. പിന്നെ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുപാട് ഇവിടെ ഉണ്ട്. ഏറെ മനോഹരമായൊരു ആംബിയൻസ് ഉള്ള പ്രദേശമാണ് മലയാറ്റൂർ മല. ഞാനിത് ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ പോവാം. മലയാറ്റൂരിലെ പൊന്നുംകുരിശ് മലയിൽ ഏറ്റവും വലിയ പ്രധാനമായ ആകർഷണം എന്ന് പറയുന്നത് ഈ പൊന്നുംകുരിശ് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും മലമുകളിലായിരുന്നു പിതാവുമായി സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി പോയിരുന്നത്. അതേ മാതൃക, തൻ്റെ ഗുരുവിൻ്റെ അതേ മാതൃകയായിരുന്നു തോമാസ് ലീഹയും പാലിച്ചിരുന്നത്. തോമാസ് ലീഹ അതിനായിട്ടാണ് ഈ മല കയറി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. ആ മല കയറിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് തീർത്ഥാടകർ ഇവിടെ എത്തുന്നത്. അപ്പോൾ മല കയറി പ്രാർത്ഥിച്ചപ്പോൾ പാറമേൽ ഒരു കുരിശ് വരച്ചു. ആ കുരിശാണ് പിന്നീട് പൊൻകുരിശായി മാറിയത്. അതായത് പണ്ട് മലവേടന്മാർ ഇവിടെ വന്നപ്പോൾ ഈ പാറമേൽ വരച്ച കുരിശിൽ എന്തോ പ്രകാശം തെളിയുന്നതായിട്ട് കണ്ടു. അത് പിന്നീടായിരുന്നു പൊൻകുരിശായിട്ട് വന്നതെന്നാണ് ഇവിടുത്തെ ചരിത്രമൊക്കെ പറയുന്നത്. ഏറെ മനോഹരമായ ഒരു പൊൻകുരിശാണ് അത്. വളരെ മനോഹരവും വലിയ നീളമുള്ള വലിയൊരു പൊൻകുരിശാണിത്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല ആനന്ദം നൽകുന്ന ഒരു പൊൻകുരിശാണിത്. ഇതാണ് തോമാസ് ലീഹയുടെ പാദം പതിഞ്ഞ സ്ഥലം. ഏറെ മനോഹരമായിട്ടാണ് ഇത് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്, ഈ പാദം പതിഞ്ഞ സ്ഥലം. നമ്മളിലേക്ക് നമുക്ക് നോക്കാം. ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് മലയാറ്റൂർ മലയും കയറി വിശുദ്ധൻ പ്രാർത്ഥിക്കുവാൻ വന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പാദം. പിന്നെ ഗായ്സ്, നമ്മുടെ പട്ടിക്കുട്ടി നമ്മുടെ കൂടെ മല മൊത്തം കയറിയ പട്ടിക്കുട്ടി താണ്ട് കുഴഞ്ഞ് ഇവിടെ വരെ വന്നു. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. പട്ടിക്കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. എനിക്ക് തോന്നുന്നു മലയാറ്റൂർ മുത്തപ്പൻ നമ്മുടെ കൂടെ പറഞ്ഞയച്ചതാണെന്ന് തോന്നുന്നു. അതിപ്പം കുഴഞ്ഞ് പാവം കിടക്കുകയാണ്. ഞങ്ങളോട് തിരിച്ച് വരുമോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണ്. ഇനി എന്തൊക്കെ വരുമെന്ന് അറിയാം. നീ കയറിയതുപോലെ തന്നെ എളുപ്പമാണോ പാടാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാം. കം ഓൺ ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് ഈ താഴത്തെ പള്ളിയൊക്കെ കാണാൻ പോകാൻ. ഓക്കെ, ഇപ്പം മല ഇറങ്ങുകയാണ്. ഇവിടെ കയറുന്നവർ പൊന്നുംകുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്നാണ് പറയുന്നത്. തിരിച്ച് ഇറങ്ങുമ്പോൾ പൊന്നുംകുരിശ് മുത്തപ്പോ പൊന്മല ഇറക്കം എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മളെ താങ്ങുന്ന ഒരു ശക്തി, നമ്മളെ ഇവിടം വരെ എത്തിച്ച നമ്മളെ ഇവിടം വരെ എത്തിച്ച ശക്തി തന്നെ നമ്മളെ തിരിച്ചും കൊണ്ടുപോകുമെന്നുള്ളൊരു വിശ്വാസത്തിലൂടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നവരും കയറുന്നവർക്കും അനുഭവപ്പെടുന്നത്. ഇപ്പം നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷ്യം കണ്ടു. ഇവിടെ കൊച്ചു കൊച്ചു കല്ലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷ്യം കണ്ടു വേണം ഇവിടെ ഇറങ്ങാൻ. അപ്പം ഞാനൊന്നും കാണിക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും ഇറങ്ങാൻ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയുക, മലയാറ്റൂർ വരുവാണെങ്കിൽ നിങ്ങളെല്ലാവരും കഴിവതും ഷൂസ് ധരിക്കാൻ ശ്രമിക്കുക. അതും നല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്ന, അധികം ടൈറ്റ്നെസ് തോന്നാത്ത ഷൂസും പിന്നെ അധികം കട്ടിയില്ലാത്ത ഉടുപ്പൊക്കെ ധരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ വിയർക്കാനും പിന്നെ ഇവിടെ മല കയറുമ്പോൾ ചെരുപ്പ് പൊട്ടാനും സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്നപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേരുടെയൊക്കെ ചെരുപ്പൊക്കെ പൊട്ടി ചെരുപ്പില്ലാതെയാണ് അവർ മല കയറിയത്. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴും
നല്ല ചോരയൊക്കെ കട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അയ്യോ ഇതായിപ്പോൾ വീണേനെ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മലയാറ്റൂർ മല കയറാൻ വരിക. ഇപ്പം കഴിവതും വെള്ളിയാഴ്ചകളിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ഭയങ്കര തിരക്കുള്ള ദിവസമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇട ദിവസങ്ങൾ വരുമ്പോൾ ഇവിടെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വന്ന് പ്രാർത്ഥിക്കുവാനും സ്ഥലങ്ങളൊക്കെ ധ്യാനിക്കുവാനും വരുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഓക്കെ, പിന്നെ നമുക്കിവിടെ കുടിവെള്ള സൗകര്യവും മോൻ കഴുകാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾ കയറിയത് 7 മണിക്കാണെങ്കിലും കണ്ടെല്ലാം വന്നപ്പോൾ തന്നെ ഇപ്പം 12 മണിയായി. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 12 മണിയായി, ഇറങ്ങുവാണ്. നമുക്ക് ഇറങ്ങാം. അപ്പം ഇച്ചിരിയും കൂടിയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. ഇവിടെയൊക്കെ കുറേയൊക്കെ പാറകളൊക്കെ ഇളകിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് സൂക്ഷ്യം കണ്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഓരോ സ്റ്റേഷൻസിലും ഓരോ മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലവും ഉണ്ട്. അപ്പോൾ കരുതുന്നവർ ഇപ്പോൾ താഴെയും മെഴുകുതിരി അവൈലബിൾ ആണ്. അല്ലാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവരായാലും നമുക്ക് ഓരോ മെഴുകുതിരി കത്തിച്ച് ഇവിടെ പ്രാർത്ഥിച്ച് ഓരോ സ്ഥലത്തും ഓരോ മെഴുകുതിരി വിധം കത്തിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞ് വെക്കുക. ഓക്കെ, കുരിശുമല കയറിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ പ്രിപ്പയറായി പോയ കാര്യങ്ങളല്ല ഇതിലേറ്റവും കൂടുതൽ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേടുക തന്നെ ചെയ്യും. അതായത് കുരിശുമല എന്ന് പറയുന്നത് സഹനത്തിൻ്റെ മലയാണ്. ഈശോ ഗാഗുൽത്ത മലയിൽ കയറിയതിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കുകയാണ് നമ്മളിവിടെ. അതായത് നമ്മളിപ്പോൾ പൂർണ്ണമായി ഏതൊരു പാവം ചെയ്താൽ അത് ക്ഷമിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് മലയാറ്റൂരിൻ്റെ മുകളിലത്തെ പള്ളിയും. അതിപ്പം മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർ താഴത്തെ പള്ളി കയറി ആ ഒരു പൂർവ്വപാപത്തിനുള്ള മോചനം, അതായത് ദണ്ഡവിമോചനം നേടുക തന്നെ ചെയ്യും. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചായിരുന്നു ദണ്ഡവിമോചനം ഉറപ്പാക്കി. അതായത് കരുണയുടെ വർഷത്തിൽ മലയാറ്റൂരിലെ മുകളിലത്തെ പള്ളി കയറി അവിടെ പ്രധാന കവാടത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം, അവരുടെ പൂർവ്വപാപങ്ങളിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കുന്നതാണ്. കയറാൻ ബുദ്ധിമുട്ടുള്ളവർ താഴത്തെ പള്ളി പോയി പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കുന്നവരുമുണ്ട്. ഇപ്പോഴും ഞാൻ അതിശയത്തോടെയാണ് നോക്കുന്നത്. 1000 ആൾക്കാർ ഈ ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് ഈ മല കയറി വരുന്നത്, അവർ ഈ സഹനത്തിൻ്റെ പാത പിന്തുടർന്ന് വരുന്നത് കാണുമ്പോൾ കൗതുകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളെല്ലാം. ഈ മലയാറ്റൂർ കുരിശുമല ഇറങ്ങിയപ്പോൾ ഞാൻ കയറുമ്പോൾ ഒരെണ്ണം മണ്ടേ കണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയപ്പോൾ അതാണ്ട് ഞാനൊരാളെ കണ്ടു. അതാണ് നമ്മുടെ കുരങ്ങൻ. കുടുംബത്തോടെ ഇരിപ്പുണ്ട്, കൊച്ചതും വലുതുമായിട്ടുള്ള കുറേ പേര്. ഇവിടെ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് പറയുന്നു, എൻ്റെ മൊബൈലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് കുരങ്ങന്മാരെ കണ്ടല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഗ്രോട്ടോയുടെ മുമ്പിലാണ്. ഈ ഗ്രോട്ടോയുടെ ചരിത്രം എന്ന് പറയുന്നത് തോമാസ് ലീഹ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, അതായത് കേരളത്തിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് വന്നപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ സഹിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്ന് മനംനൊന്ത് വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് മലമുകളിൽ ഈ ഒരു കുന്നിമരത്ത് ഇരുന്ന് തോമാസ് ലീഹ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് തോമാസ് ലീഹയെ സാന്ത്വനിപ്പിച്ചു എന്നുള്ളൊരു ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. ആ സമയത്താണെന്ന് തോന്നുന്നു സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ തൻ്റെ അരപ്പട്ട കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ പരിശുദ്ധ അമ്മയുടെ പ്രധാന തിരുശേഷിപ്പായി വണങ്ങുന്ന സുൻഎറോ എന്ന് പറഞ്ഞ സംഭവം, ആ ഒരു തിരുശേഷിപ്പ് കൊടുക്കുന്നത് തോമാസ് ലീഹയ്ക്ക് കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണെന്നാണ് പരമ്പരാഗതമായൊരു വിശ്വാസം. അപ്പോൾ അമ്മയും തോമാസ് ലീഹയും ആയിട്ടുള്ള കൂട്ടിമുട്ടൽ സംഭവിച്ചത് ഈ ഒരു പ്രദേശത്താണെന്നാണ് ഇവിടുത്തെ തീർത്ഥാടകർ വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഈ ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പരിശുദ്ധ അമ്മ ഈ സുനറോ കൊടുക്കുന്നതായിട്ടും തോമാസ് ലീഹ അത് ഏറ്റുവാങ്ങുന്നതായിട്ടും മാതാവ് തോമാസ് ലീഹയെ സാന്ത്വനിപ്പിക്കുന്നതായിട്ടും, ഒരു അമ്മ മകനെ സാന്ത്വനിപ്പിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യനെ സാന്ത്വനിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാദർ ഇട്ടൂപ്പ് എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ്റെ പൗരോഹിത്യ ജൂബിലിയോട് അനുബന്ധമായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു തിരുസ്വരൂപത്തിന് മുൻപിലാണ്. വളരെ മനോഹരവും അത്ഭുതമുള്ള ഒരു തിരുസ്വരൂപമാണ് ഇത്. വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുസ്വരൂപമായി വണങ്ങപ്പെടുന്നു. കാരണം മലയാറ്റൂർ കയറുന്നതിന് മുമ്പ് പുണ്യാളനെ കണ്ടിട്ട് ഇവിടെ വന്ന് കണ്ടിട്ടാണ് അവിടെ കയറി നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ തുടക്കത്തിലാണ് ഇവിടെ കയറേണ്ടതെങ്കിലും നമ്മളിപ്പം ഏറ്റവും ഇറങ്ങി വന്ന് അവസാനമാണ് നമ്മളിവിടെ കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഉച്ച വെയിലാണ് എന്നങ്ങ് മനസ്സിലാവും. പക്ഷേ ഈ ഒരു തിരുസ്വരൂപത്തിനൊരു ഐതിഹ്യം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു വന്യജീവി കേന്ദ്രമായതിനാൽ
ഇവിടെ ആനയുടെ ഒക്കെ കാട്ടാനയുടെ ശല്യം നിറയുണ്ട്. അപ്പോൾ അതിന് ആസ്പദമാക്കി ഏറ്റവും ഉയരത്തിലായിട്ടാണ് തോമാസ് ലീഹായുടെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അനുവദിച്ചിട്ടുള്ള ദേവാലയം കൂടിയാണ് ഇത്. വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയമാണ്. മലയാറ്റൂരിലെ ഇടവക ദേവാലയമാണ്. ഇതായിരുന്നു പണ്ടത്തെ ദേവാലയം. ഇത് പിന്നീട് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി. ഈ പഴയ ദേവാലയം ഇപ്പോൾ ഒരു നിത്യാരാധന ചാപ്പലാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കിനി പള്ളിയുടെ അകത്തോട്ട് പോകാം. ആകെ 8 അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് നമ്മുടെ തിരുസഭയ്ക്കുള്ളത്. കേരളത്തിൽ ഇൻ്റർനാഷണൽ പിൽഗ്രിം സെൻറ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാറ്റൂർ തന്നെയാണ്. കുരിശുമല കയറിയിട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു ദേവാലയം സന്ദർശിക്കുക എല്ലാവർക്കും ഒരു പതിവാണ്. ഈ പള്ളിയെ പഴമക്കാർ വിളിച്ചത് താഴത്തെ പള്ളി എന്നാണ്. ഇവിടെ നമ്മൾ ഈ പള്ളിയിലോട്ട് നമ്മൾ കയറുന്നത് മൊത്തം ഒരു പ്രാചീനമായ ഒരു കൊട്ടാരത്തിൽ കയറുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ പ്രവേശിച്ചപ്പോൾ തന്നെ ഒരുപാട് എന്നാ പറയുക വിശാലമായൊരു ദേവാലയം തന്നെയാണിത്. അതോടൊപ്പം തന്നെ ഒരുപാട് വുഡൻ വർക്കുകൾ ഈ ദേവാലയത്തിലുണ്ട്. പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയൊക്കെ ഗ്ലാസ് പെയിൻറ്റിങ്സിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ മദ്ബഹയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ മിക്ക സ്വരൂപങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് വുഡനിലാണ്. നടുക്ക് തന്നെയായിട്ട് പരിശുദ്ധമായ സക്രാരിക്ക് തൊട്ട് മുകളിലായിട്ട് ഈശോ ഉദ്ധാനം ചെയ്യുന്നത് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടരികിലായിട്ട് ഉദ്ധാനത്തിന് ശേഷം തോമാസ് ലീഹാ ഈശോയുടെ പാർശ്വത്തിൽ തൊടുന്ന ഒരു രൂപം തടിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് തിരുക്കുടുംബത്തിൻ്റെ രൂപവും നമുക്ക് കാണാൻ സാധിക്കും. അൾത്താരയോട് ചേർന്ന് പരിശുദ്ധ അമ്മയും തോമാസ് ലീഹയും ഇരിക്കുന്നതും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ദേവാലയത്തിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെ 2 തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് വിശുദ്ധ തോമാസ് ലീഹായുടെയും ഒന്ന് വിശുദ്ധ കുരിശിൻ്റെയുമാണ്. അപ്പോൾ നമുക്ക് രണ്ടും കാണാം. ഒരുപാട് പെയിൻറ്റിങ്സ് നിഴലിക്കുന്ന ഒരു ദേവാലയവും മദ്ബഹയുമാണ് നമ്മളിവിടെ കാണുന്നത്. യേശുവിൻ്റെ ജീവിതചരിത്രത്തിലൂടെയുള്ള ഒരു കടന്നുപോക്കൽ ഈ ദേവാലയത്തിൽ വരുമ്പോൾ, ഈ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. വിശുദ്ധ തോമാസ് ലീഹാ സുവിശേഷം പ്രഘോഷിച്ചതുപോലെയാണ് ഈ ദേവാലയത്തിലെ മദ്ബഹയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓരോ സന്ദർഭങ്ങളും ഓരോന്നും വ്യക്തമാക്കിയിട്ടുള്ള ഒരു ദേവാലയമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മലയാറ്റൂർ മലയും കയറി, പിന്നെ ഇവിടെ അടുത്തുള്ള പ്രസിദ്ധമായ കുറേ ദേവാലയങ്ങൾ സന്ദർശിച്ചു, കുറേ കറങ്ങി, പെരിയാർ തീരം കണ്ടു, അങ്ങനെ എല്ലാം എൻജോയ് ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പള്ളിക്കാരൻ്റെ ഈ വ്ളോഗ് നമുക്കാണെങ്കിൽ ഇവിടെ എൻഡ് ചെയ്യണം. അതിന് മുമ്പായി ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടുപോകരുത് ദയവ് ചെയ്ത്. പിന്നെ ഒരു വട്ടവും കൂടെ പറയാം പള്ളിക്കാരോട്, ഇത്തിരി കൂടെ കാണണം. കാരണം വ്യൂവേഴ്സ് കൂടുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, സന്തോഷം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം സബ്സ്ക്രൈബേഴ്സും കൂടിയാൽ അതിനേക്കാട്ടി ഏറെ സന്തോഷം വരും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, പള്ളിക്കാരൻ ഇവിടെ നിന്നും ടാറ്റ പറയുകയാണ്. ബൈ ബൈ. വിശ്വാസകാര്യത്തിൽ ഒന്നാമൻ